ഹലോ മക്കൾ, ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളെ പ്രഷർ എന്നുള്ള ചാപ്റ്റർ, മർദ്ദം എന്ന ചാപ്റ്റർ. അതിനകത്ത് നമുക്ക് ആകെ ഒറ്റ ഇക്വേഷനെ പഠിക്കാനുള്ള, ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ എ ഈക്വൽ ടു എഫ് ബൈ പി എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിന് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നാണ് പറയുക. അതിനെ നമ്മൾ പാസ്കൽ എന്ന് പറയുന്നു. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എപ്പോഴും വൃത്തിയായിട്ട് വായിക്കുക. 0.5 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള 200 ന്യൂട്ടൺ ബലം പ്രവർത്തിക്കുന്ന പ്രതലത്തിൽ മർദ്ദം കണ്ടെത്തുക, പ്രഷർ കണ്ടെത്തുക. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. എത്ര തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട് 0.5 മീറ്റർ സ്ക്വയർ. ഇനി അതേപോലെ തന്നെ ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് 200 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 200 ബൈ എ എന്ന് പറഞ്ഞാൽ 0.5. ഈ 0.5നെ 5 ആക്കാൻ ഇൻറ്റു 10 കൊടുക്കുക, മുകളിലൊരു 10 വരും അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2000 ബൈ 5 എന്ന് വരും. ഈ 5-ൽ 5 പ്രാവശ്യം, 20-ൽ 5 4 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 400 പാസ്കലിന് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിൽ സംഖ്യകൾ മാറി വേറെ വരുന്നുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാലും എ ബ്ലോക്ക് എക്സേർട്ട് എ പ്രഷർ. ഇത് അവിടെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു 2500 പാസ്കൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2 മീറ്റർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോഴ്സ് ആണ് കാണേണ്ടത്. ഫോഴ്സ് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്നല്ലേ? അപ്പോൾ എഫ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് വരും. ഇക്വേഷൻ എന്താണ്? പി ഇൻറ്റു എ. അങ്ങനെയെങ്കിൽ പി എന്ന് പറഞ്ഞാൽ 2500 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 0.2. 2 ഇൻറ്റു 2500 5000 വരും. അപ്പോൾ 0.2 ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 500 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഇതേപോലെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സംഖ്യകൾ മാറിയിട്ട് പ്രോബ്ലം വന്നാൽ ഇനി നിങ്ങൾ ചെയ്യൂലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലൈവിനകത്ത് ഇനിയും കൂടുതൽ പ്രോബ്ലം ചെയ്ത് സെറ്റാക്കാം. ഓക്കേടാ.